ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഓരോ ദിക്കിലും വരുന്ന ഡോറിൻ്റെയും ഗേറ്റിൻ്റെയും സ്ഥാനം വളരെ പ്രധാനമാണ്. അപ്പം നമ്മളുടെ ആ ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി കടന്നു വരുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ വീട്ടിൻ്റെ പ്രധാന വാതിലോ അല്ലെങ്കിൽ നമ്മുടെ ഗേറ്റോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ലൈഫിലേക്ക് വരികയും, അതല്ല സ്ഥാനം മാറിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സൗഭാഗ്യം വീട്ടിൽ കുറയുകയും ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗേറ്റ് നമുക്ക് എവിടെയൊക്കെ വരാം. വാസ്തുപ്രകാരമുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. ഇത് നമ്മളെ കോമ്പൗണ്ടാണ്. ഇത് തെക്കാണ്, ഇത് വടക്ക്, ഇവിടെ വന്നിട്ട് പടിഞ്ഞാറ്, കിഴക്ക്, 4 ദിക്കുകളായി. ഇനി 4 മൂലകൾ. കന്നിമൂല തെക്ക് പടിഞ്ഞാറ്, വായുകോണ് വടക്ക് പടിഞ്ഞാറ്, ഈശാനകോണ് വടക്ക് കിഴക്ക്, അഗ്നിക്കോണ് തെക്ക് കിഴക്ക്. ഓക്കെ, നമുക്ക് പടിഞ്ഞാറാണ് വീടിൻ്റെ ഡോർ നിൽക്കുന്നത്, അല്ല ഡോറല്ല, റോഡ് നിൽക്കുന്നത്. പടിഞ്ഞാറ് ദർശനമുള്ള വീടാണ്, പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുന്ന വീടാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ വസ്തുവാണ്. ഇതിനകത്ത് വീട് നിൽക്കുന്നത് ഈ ഭാഗത്താണ്. ഇതിൽ നമുക്ക് ഗേറ്റ് എവിടെ കൊടുക്കാം? വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് 1-2 അടി വിട്ടിട്ട് ഈ ഭാഗത്ത് നമുക്ക് ഗേറ്റ് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഇതെവിടെയാണ്? വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറിൽ, നോർത്ത് വെസ്റ്റിൻ്റെ വെസ്റ്റിൽ ആണ് നമ്മൾ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം. നമുക്ക് ഇവിടെ ഗേറ്റ് കൊടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത് എറണാകുളത്തൊരു വീട്ടിൽ പോയപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു തേക്ക് നിൽപ്പുണ്ട്. ഇപ്പോൾ ഈ തേക്ക് മുറിക്കാനായിട്ട് അവർക്കത് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗേറ്റ് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം എടുക്കുക. ഇത്രയാണ് അതിൻ്റെ നീളം. അപ്പം ഇത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പകുതി എടുക്കുക. ഈ പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഗേറ്റ് വയ്ക്കും. ഏറ്റവും ഉത്തമം ഞാൻ ഈ പറഞ്ഞിടത്താണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അടുത്തത് വടക്ക് സൈഡിലാണ് നമുക്ക് റോഡ് നിൽക്കുന്നത്. റോഡ് വടക്കിൽ നിൽക്കുന്നു. വടക്കിൽ റോഡ് നിൽക്കുമ്പോഴത്തേക്ക് ഇതിൽ നമുക്ക് എവിടെ ഗേറ്റ് കൊടുക്കാം? ഇതിലാണെന്നുണ്ടെങ്കിൽ ഈ വടക്ക് കിഴക്കേ മൂലയിൽ നിന്നും 1-2 അടി വിട്ടിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഗേറ്റ് കൊടുക്കാം. ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം, അതായത് വടക്ക് കിഴക്കിൻ്റെ വടക്കിൽ ഗേറ്റ് കൊള്ളാം. അവിടെ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതെവിടെ കൊടുക്കാം? വടക്ക് കിഴക്കിൻ്റെ കിഴക്കിൽ കൊടുക്കാം. അതായത് ഇത് ഈ റോഡ് വടക്ക് വശത്ത് വരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അതല്ല കിഴക്ക് വശത്താണെങ്കിൽ ഇവിടെയാണ് ഗേറ്റ് കൊടുക്കാൻ പറ്റുന്നത്. അല്ലാതെ വടക്ക് വശത്ത് റോഡ് വന്നിട്ട് ഈ വടക്ക് കിഴക്കിൻ്റെ കിഴക്കിൽ ഗേറ്റ് കൊടുക്കാൻ പറ്റില്ല. വടക്ക് വശത്ത് റോഡ് വരികയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല സ്ഥലം വടക്ക് കിഴക്കിൻ്റെ വടക്ക്. ഇവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി കണ്ടിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള സ്ഥലത്ത് എവിടെ വേണമെങ്കിലും കൊടുക്കാം. അത് മാറി നമുക്ക് റോഡ് വരുന്നത് കിഴക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ വടക്ക് കിഴക്കിൻ്റെ കിഴക്ക് ഭാഗത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ പകുതിക്ക് ഇപ്പുറത്തുനിന്ന് എവിടെ വേണമെങ്കിലും കൊടുക്കാം. തെക്ക് സൈഡിലാണ് റോഡ് നിൽക്കുന്നത്. തെക്ക് സൈഡിൽ റോഡ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വടക്ക് തെക്ക് കിഴക്കേ മൂലയിൽ ഇവിടെ നമുക്ക് ഗേറ്റ് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പകുതിക്ക് ഇപ്പുറത്ത് എവിടെ വേണമെങ്കിലും ഗേറ്റ് കൊടുക്കാം. ഇത്രയുമാണ് ഗേറ്റിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലങ്ങൾ. ഒട്ടും പാടില്ലാത്ത സ്ഥലമെന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഗേറ്റ് വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഈ പകുതിയിൽ നിന്നും ഇത്രയും ഭാഗത്തോട്ടും ഈ പടിഞ്ഞാറ് നിന്നിൻ്റെ പകുതിയിൽ നിന്ന് ഇത്രയും ഭാഗത്തോട്ടും വരാൻ പറ്റില്ല. ചില വീടുകൾക്കൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ ഗേറ്റ് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്, തെക്ക് പടിഞ്ഞാറാണ് സാറേ ഗേറ്റ് നിൽക്കുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോഴടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വീട്ടിൽ പൈസ നിൽക്കുന്നുണ്ടോ? ഇല്ല. ഇതാണ് കാരണം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗേറ്റ് വന്നാൽ വീട്ടിൽ സമ്പത്ത് നിൽക്കത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് വാസ്തുവും ഫെങ്ഷുയും നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.